നമസ്കാരം. ശങ്കരവേദാന്തം ശാസ്ത്രീയമാണോ എന്നുള്ളതാണല്ലോ ചോദ്യം. ആദ്യമായിട്ട് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുകയാണ്. അല്ല, അല്ല, അല്ല. ഞാനിപ്പോൾ 3 അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടെന്ന് എൻ്റെ രണ്ടാമത്തെ അവതരണ ഭാഗത്ത് ഞാൻ വ്യക്തമാക്കാൻ ബാധ്യസ്ഥനാണ്. ഞാനത് ചെയ്യുകയും ചെയ്യാം. ആരംഭത്തിൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ശാസ്ത്രീയമല്ല എന്നുള്ളതിന് 3 അല്ല, അല്ല, അല്ല എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ് എന്ന് ഞാൻ പറയാം. ആദ്യമായി നമ്മൾ ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ സയൻസാണ്, മോഡേൺ സയൻസ്. സയൻസിന് ഒരു മെത്തഡോളജി ഉണ്ട്, അതിന് പാരാമീറ്റേഴ്സ് ഉണ്ട്, മാനദണ്ഡങ്ങളുണ്ട്, അതിന് ടൂൾസ് ഉണ്ട്. അത് വെച്ച് ഒരു വ്യക്തി ഈ സ്വാമി ചിദാനന്ദപുരിയോട് പറഞ്ഞു, കള്ളത്തരം പറയാതെ ഒരിക്കലും ചന്ദ്രനിലൊന്നും മനുഷ്യന് കയറാൻ പറ്റില്ല, അതൊക്കെ വെറുതെ ഉണ്ടാക്കിയിട്ടുള്ളതാ, അത് ശരിയല്ല. എന്താ അദ്ദേഹത്തോട് പറയുക? ദൈക്ഷണികമായ ശാസ്ത്ര സാങ്കേതിക മികവിൻ്റെ ലബ്ധിയിലൂടെ മനുഷ്യൻ ത്യാഗനിഷ്ഠമായ ജീവിതവും അന്വേഷണവും നയിച്ച് ചന്ദ്രനിലെത്തി, അവിടെ കാലുകുത്തി ആ ശാസ്ത്രത്തിൻ്റെ ആ സാങ്കേതിക വിദ്യയുടെ മഹിമയെ അംഗീകരിക്കുന്നതിന് പകരം അങ്ങനെ സംഭവിക്കുകയില്ല, സാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ എന്താ അദ്ദേഹത്തോട് പറയുക? അതുപോലെ തൻ്റെ സംഭാഷണത്തിൻ്റെ ആദ്യം ശങ്കര വേദാന്തം ശാസ്ത്രമേ അല്ല, അല്ല, അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ സംവാദത്തിന് സ്ഥാനമില്ല. മുൻധാരണകൾ കൊണ്ട് നിറഞ്ഞ മനസ്സിനോട് സംവാദം ചെയ്യുക ഭ്രാന്തൻ്റെ പണിയാണ്. ആ ഭ്രാന്തിനെ നമ്മൾ അനുവർത്തിക്കുന്നില്ല. എന്നാൽ ഇവിടെ കൂടിയ ഈ സജ്ജനങ്ങൾ, വിചാരശീലതയുള്ളവർ, യുക്തിപൂർവ്വം ചിന്തിക്കാൻ തയ്യാറുള്ളവർ, ഏതെങ്കിലും പ്രകാരത്തിൽപ്പെട്ട ഗ്രന്ഥമെന്നോ മതമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ യുക്തിവാദിയെന്നോ ഏതെങ്കിലും തരത്തിൽപ്പെട്ട വിധേയത്വം കൊണ്ട് മസ്തിഷ്കത്തിന് ഇനിയും ആന്ധ്യം ബാധിച്ചിട്ടില്ലെങ്കിൽ സമ്പ്രദായ ശുദ്ധിയോടുകൂടി ഏതെങ്കിലും ശാസ്ത്രങ്ങൾ പഠിക്കുക. അതാണ് നമുക്ക് ആരംഭത്തിൽ പറയാനുള്ളത്. അവസരങ്ങളിലോ ഉണ്ടാവാൻ സാധ്യമല്ല. ഇതൊരു ചിന്താ വ്യായാമം. ഇറ്റ്സ് ആക്ച്വലി ആൻ ഇന്റലക്ച്വൽ എക്സസൈസ് വിത്തൗട്ട് റൈം ഓർ റീസൺ. അങ്ങനെ ആരും ഉണ്ട് എന്ന് തെളിയിക്കലാണ് എൻ്റെ എതിർ സംവാദകന്റെ ദൗത്യമെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഞാൻ റെഡിയാണ്. നിങ്ങൾക്ക് യൂട്യൂബിൽ ആ വീഡിയോ ഉണ്ട്. ഇത് ഒരു വലിയ ഉരുളൽ പ്രസ്ഥാനമാണ് ഈ വേദാന്തം. ഉരുണ്ടുരുണ്ട് ശരീരത്തിന്റെ മുഴുവൻ നാഡീഞരമ്പുകൾ നശിപ്പിക്കുകയാണ്. വാചക കസർത്തുകൾ, ബൗദ്ധിക അഭ്യാസങ്ങൾ, ന്യായവൈകല്യങ്ങൾ, ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വാദങ്ങൾ എൻ്റെ ബഹുമാനപ്പെട്ട എതിർ സംവാദകൻ മുന്നോട്ട് വെക്കുന്നതനുസരിച്ച് ബാക്കി കാര്യങ്ങളുമായി ഞാൻ അടുത്ത റൗണ്ടിൽ വരാം. താങ്ക് യു ഫോർ ലിസണിങ്. ഒരധ്യാപകൻ എന്ന നിലയ്ക്ക് പ്രൊഫസർ രവിചന്ദ്രനോടുള്ള ആദരവ് പ്രകടമാക്കിക്കൊണ്ട് എൻ്റെ എതിർ സംവാദകൻ എന്ന് പറഞ്ഞ വാക്യത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. കാരണം കൈയടിക്കാൻ പാടില്ല. അത്രയും ചിന്തിക്കുക, യുക്തിപൂർവ്വം ചിന്തിക്കുക. കാരണം അദ്ദേഹത്തിൻ്റെ വേദാന്ത പ്രഭാഷണം കേട്ടപ്പോൾ മനസ്സിലായി അദ്ദേഹത്തിന് വേദാന്തത്തെക്കുറിച്ച് ഒരു വസ്തു അറിയില്ല. കാരണം ഒരു ശാസ്ത്ര രീതിയിൽ, അത് ഫിസിക്സ് എന്നോ കെമിസ്ട്രി എന്നോ ഏതെങ്കിലും ശാസ്ത്രമാകട്ടെ, അത് പഠിക്കുന്നതിനൊരു സമ്പ്രദായമുണ്ട്. അവിദ്യ, നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ ലോകം ശൂന്യമാണെന്ന് തോന്നാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് ഈ ലോകം മായയാണെന്ന് തോന്നാത്തത്? അത് നമ്മുടെ ഇഗ്നറൻസ് കൊണ്ടാണെന്ന് ബൗദ്ധരും പറയുന്നു, ശങ്കരനും പറയുന്നു. വേറെ ആരും ഇതിനു മുമ്പ് അത് പറഞ്ഞിട്ടില്ല. ഈ ലോകം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് മായ മൂലമാണ്. എന്താണ് മായ എന്നൊക്കെ നമുക്ക് അടുത്ത റൗണ്ടിൽ നോക്കാം. ഈ മായ ഉണ്ടാവാൻ കാരണം അവിദ്യയാണ്. മറ്റൊരു വാദത്തിലേക്ക് നമ്മൾ മാറിപ്പോവുക, സ്വന്തമായി ഒരു വാദം സൃഷ്ടിച്ച് അതിനെ നിഗ്രഹിച്ചതിന് ശേഷം ഒരു സ്ട്രോമാൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന വൈകല്യത്തിലേക്ക് പോവുക. ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത്, അവിദ്യയിൽ നിന്ന് മായ ഉണ്ടാവുന്നു എന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ആചാര്യൻ എഴുതിയത് കാണിച്ചു തന്നാൽ വളരെ സന്തോഷമാവുമായിരുന്നു. കാരണം ഗുരുനാഥന്മാരുടെ കാൽക്കീഴിലിരുന്ന് കുറച്ച് ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്, വേറൊരു അഹങ്കാരവും ഇല്ല. ഗുരുനാഥന്മാരുടെ കാൽക്കീഴിലിരുന്ന് കുറച്ച് ശാസ്ത്രം പഠിച്ചിട്ടുണ്ട്. ഒരു ശാസ്ത്രത്തിലും അവിദ്യയിൽ നിന്ന് മായ ഉണ്ടാവുമെന്ന് പറഞ്ഞു തന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. അത്രേ ഉള്ളൂ. ഇനി മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു, അവിദ്യയുടെ മായയുടെ കാരണം അവിദ്യ അല്ല എന്ന്. മായയുടെ കാരണം അവിദ്യ അല്ല. ശരി. ഈ ശങ്കര വേദാന്തത്തെ അവലംബിച്ചുകൊണ്ട് ശങ്കരന്റെ ഒരുപാട് ശിഷ്യന്മാർ പല രീതിയിൽ, ഞാൻ 3 പറയുകയുണ്ടായി. അപച്ഛേദവാദത്തെക്കുറിച്ചും പ്രതിബിംബ വീക്ഷണത്തെക്കുറിച്ചും അങ്ങനെയുള്ള 3 വാദങ്ങൾ, ആഭാസവാദം പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം വ്യത്യസ്തമായ ചാനലുകളിലാണ് സഞ്ചരിക്കുന്നത്. എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, മായയുടെ കാരണം അവിദ്യ അല്ല എങ്കിൽ എന്താണ്? ഐ ഹോപ്പ് ഹിം ആൻസർ. ദെൻ എനിക്ക് അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്.
അവിദ്യയിൽ നിന്ന് മായ ഉണ്ടാവുന്നു എന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ആചാര്യൻ എഴുതിയത് കാണിച്ചു തന്നാൽ വളരെ സന്തോഷമാവുമായിരുന്നു. എനിക്ക് ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, മായയുടെ കാരണം അവിദ്യ അല്ല എങ്കിൽ എന്താണ്? ബ്രഹ്മത്തിന്റെ അനന്യവും അഭിന്നവുമായ ശക്തിവിശേഷത്തിനാണ് മായ എന്ന് വേദാന്ത ശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് ഭഗവാൻ ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചതുപോലുള്ള ഭാഗങ്ങളിൽ പറഞ്ഞു തരുന്നത്. അത് മനസ്സിലാക്കുക. വിദ്യയിൽ നിന്ന് മായ എന്നുള്ളത് അങ്ങേയറ്റ അബദ്ധമാണ്. അത് ശങ്കര പദാവലികളെ ശരിക്കും ഗ്രഹിക്കാത്തത് കൊണ്ടുള്ളൊരു വിഷയമാണ്. മായ എന്നുള്ളത് പരമാത്മാവിൻ്റെ അഭിന്നവും അനന്യവുമായ ശക്തിയാണ്. അതിൻ്റെ വകഭേദമായിട്ടാണ് വിദ്യാമായയും അവിദ്യാമാതയും താമസീ പ്രകൃതിയും വരുന്നത്. ഇവയിൽ നിന്നാണ് യഥാക്രമം ഈശ്വര ജീവ ജഗത് പ്രതിഭാസങ്ങളുടെ ഉദയം. ഞാനിവിടെ നിന്ന് നിർത്തിയിട്ട് അദ്ദേഹം ചോദിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു മായ എന്ന് പറയുന്നത് ബ്രഹ്മത്തിന്റെ അഭിന്ന ഭാവമാണെന്ന്. ബ്രഹ്മം സത്യം, ബ്രഹ്മത്തിന്റെ അഭിന്നഭാവമായ മായ സത്യം. സത്യമായ ഒന്ന് നിങ്ങളെ ജഗത്തുണ്ട് എന്ന് കാണിക്കുന്നു. തീർന്നില്ല അദ്വൈതം, വെടി. മറ്റൊരു വാദത്തിലേക്ക് നമ്മൾ മാറിപ്പോവുക, സ്വന്തമായി ഒരു വാദം സൃഷ്ടിച്ച് അതിനെ നിഗ്രഹിച്ചതിന് ശേഷം ഒരു സ്ട്രോമാൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന വൈകല്യത്തിലേക്ക് പോവുക. പരമാത്മ സത്യത്തിന്റെ അഭിന്നവും അനന്യവുമായ ശക്തിവിശേഷത്തെയാണ് മായ എന്ന് പറയുന്നത്. പരമാത്മ തത്വത്തിന്റെ യാതൊന്നിനെ ബ്രഹ്മമെന്ന് പറയുന്നുവോ യാതൊന്നിനെ പരമാത്മാവെന്ന് പറയുന്നുവോ ആ പരമസത്യസ്വരൂപത്തിന്റെ അനന്യവും അഭിന്നവുമായ ശക്തിവിശേഷത്തിനാണ് മായ എന്ന് പറയുന്നത്. പ്രപഞ്ചം മായയാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നല്ല അർത്ഥം. സ്വാമിയുടെ പ്രമാണം ഉദ്ധരിച്ച് തെളിച്ചു പറഞ്ഞു. പക്ഷെ താങ്കൾ ഇപ്പോഴും പറയുന്നു മായ എന്നാൽ ഇല്ലാത്തതാണ് എന്ന്. ഏത് സിദ്ധാന്തത്തിലാണ് ഇത് പറയുന്നതെന്ന് താങ്കൾ പറയാമോ? സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥ എന്ന് മായയ്ക്ക് ഉദാഹരണമുണ്ട്. ഒരു നിർവചനമുണ്ട്. ഇല്ലാത്തത് എന്ന് പറയാൻ കാരണം ജനിച്ച് നിലനിന്ന് പോകുന്നത്. അതാണല്ലോ അനശ്വരമല്ലാത്ത പരമാർത്ഥികമല്ലാത്ത സാധനം. ബ്രഹ്മത്തിന്റെ സാക്ഷാത്കാരം സംഭവിക്കാത്ത ആത്മാക്കൾക്ക്, ജീവാത്മാക്കൾക്ക് ജഗത്ത് മായയിലൂടെ ദൃശ്യമാകുന്നു എന്ന് തന്നെയാണ് അദ്വൈത വേദാന്തം പറയുന്നത്. മായയുടെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ എത്രയോ പുസ്തകങ്ങളുണ്ട്, എത്രയോ പാരഗ്രാഫുകളുണ്ട്. ശങ്കരൻ, ഗൗഡപാദർ ഇവർ രണ്ടുപേര് മാത്രമാണ് ബ്രഹ്മഭാഷ്യവും ഉപനിഷത്തുകളും ഭാഷ്യങ്ങൾ ചമച്ചിട്ട് മായാ സിദ്ധാന്തത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള രണ്ട് ഹൈന്ദവ അല്ലെന്നുണ്ടെങ്കിൽ ബ്രഹ്മാണിക്കൽ തിങ്കേഴ്സ്. നിങ്ങൾക്ക് അതിനുശേഷമുള്ള ആൾക്കാരെ നോക്കുക, മായയെ പൂർണ്ണമായി തിരസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. മറ്റൊരു വാദത്തിലേക്ക് നമ്മൾ മാറിപ്പോവുക, സ്വന്തമായി ഒരു വാദം സൃഷ്ടിച്ച് അതിനെ നിഗ്രഹിച്ചതിന് ശേഷം ഒരു സ്ട്രോമാൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന വൈകല്യത്തിലേക്ക് പോവുക. ഇതിന് സംഹിതയിൽ നിന്നൊരു ഉദ്ധരണി പറഞ്ഞുതരാം. ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ തൻ്റെ ഭാഷ്യത്തിൽ ആവർത്തിച്ചിട്ടുള്ള ഋഗ്വേദ സംഹിതയിലെ ഉദ്ധരണിയാണ്. മാത്രവുമല്ല, പലരും മനസ്സിലാക്കുന്നത് പോലെ മായാശബ്ദം ഭഗവാൻ ഭാഷ്യകാരൻ്റെ സൃഷ്ടിയല്ല എന്ന് കാണിക്കാനും ഈ സംഹിതാ മന്ത്രം ഉപകരിക്കുമെന്ന് തോന്നുന്നു. ഇന്ദ്രോ മായാഭി പുരുരൂപ ഈയതേ, പാഠഭേദം ഇന്ദ്രോ മായാഭി പുരുരൂപ ഈര്യതേ എന്നുള്ള മന്ത്രത്തിൽ സംഹിതയിൽ മായാശബ്ദം വിനിയോഗിച്ചിട്ടുണ്ട്. പരമാത്മാ സ്വശക്തിയാ മായയാ പുരുരൂപഃ വർദ്ധിതരൂപഃ ഈയതേ. ഏകവും അദ്വിതീയവുമായ പരമാത്മതത്വം മായാശക്തിയാൽ, അനന്യശക്തിയാൽ വിവിധാകാരത്തിൽ പ്രഭാസിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ആധുനികം, പ്രാചീനം, പാശ്ചാത്യം, പൗരസ്ത്യം, ആധ്യാത്മികം, ഭൗതികം എന്നൊക്കെ ശാസ്ത്രങ്ങളെ വേർതിരിക്കുന്നതിനോട് നമുക്ക് യോജിപ്പില്ല എന്ന്. ശാസ്ത്രം ശാസ്ത്രമാണ്, അത് സത്യാന്വേഷണമാണ്. അത് പ്രമാണമാണെങ്കിൽ മറ്റൊന്നിൻ്റെ ഒരു പ്രമാണമാവണമെങ്കിൽ ഇതര പ്രമാണങ്ങളാലുള്ള അബാധ്യത്വം അതിന് വേണം, ബാധിക്കപ്പെടാത്ത അവസ്ഥ വേണം. ഇവിടെ നമ്മൾ ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? ആരെങ്കിലും എന്തെങ്കിലും മാസികയിൽ എഴുതിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും സെമിനാറിൽ അംഗീകരിച്ച് ഇതാണ് ശാസ്ത്രം എന്ന് കൈയടിച്ച് പാസ്സാക്കപ്പെട്ടതോ അല്ല ശാസ്ത്രം. മറിച്ച് സത്യാന്വേഷണമാണ് ശാസ്ത്രം.
ആ സത്യാന്വേഷണത്തിൽ നമ്മൾ കൂടുതൽ 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 സത്യസാക്ഷാത്കാരത്തിനുള്ള അന്വേഷണത്തിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ശാസ്ത്രത്തിൻ്റെ കൂടുതൽ കൂടുതൽ സൂക്ഷ്മ മേഖലകളിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഉണ്ട്. നമുക്കറിയാം, സയൻസ് എന്ന് പറയുന്നത് ക്രമമായ ഒരു അന്വേഷണ പദ്ധതിയാണ്. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് പറയുമ്പോൾ സയൻസിന് ഏറ്റവും പുതിയതായിട്ടുള്ള ഒരു ചിന്താ പദ്ധതി ഉണ്ട്, ഒരു മോഡലുണ്ട്. പക്ഷെ എങ്ങനെയാണ് എന്ന് കൃത്യമായി പറയാനായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള തെളിവുകൾ നമ്മൾ സംഭരിച്ചു വരികയാണ്. ഇത് അനുസ്യൂതമായിട്ടുള്ള ഒരു അന്വേഷണ പ്രക്രിയയാണ്. അങ്ങനെ മുന്നോട്ട് പോകും. ഇന്നലെ സയൻസ് ശരിയെന്ന് പറഞ്ഞത് ഇന്ന് ചിലപ്പോൾ തെറ്റെന്ന് പറയും. ഇന്നലെ തെറ്റെന്ന് പറഞ്ഞതിന് ഇന്ന് ശരിയെന്ന് പറയും. വികസ്വരമാണ്. ഗ്രഹങ്ങൾ 9 എന്നൊക്കെ പറഞ്ഞ് പഠിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇല്ല, ഒന്നിനെ ഗ്രഹം എന്നുള്ള പദവി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു. ഇങ്ങനെയൊക്കെ വികസ്വരമാണ്. അത് ഏത് ശാസ്ത്രത്തിനും അതുണ്ട്. സാധ്യതയില്ല. ഇനി ഗ്രഹത്തിന്റെ പേര് മാറ്റുന്നു. ഗ്രഹത്തിന്റെ പേര് മാറ്റിയാൽ അതിന് നമ്മൾ ടാക്സോണമിക്കലായിട്ട് ഇപ്പോൾ സ്പീഷീസിന്റെ ഒക്കെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാറുണ്ട്. ഗ്രഹങ്ങളുടെ പേരിടുന്നു. അത് നമ്മളുടെ സൗകര്യം മാത്രമാണ്. നമ്മൾ പ്ലൂട്ടോ എന്ന് പറയുന്ന കുള്ളൻ ഗ്രഹത്തെ അസ്വാഭാവികതയുള്ള ഭ്രമണപഥത്തിൽ നെപ്റ്റ്യൂണിന്റെ ഭ്രമണപഥം ക്രോസ് ചെയ്യുന്ന പ്ലൂട്ടോയെ നമ്മൾ ചില സമയങ്ങളിൽ നെപ്റ്റ്യൂണാണ് ഏറ്റവും ദൂരെ നിൽക്കുന്നത്. കാര്യം അത് ക്രോസ് ചെയ്യുന്നുണ്ട്. നീതമായിട്ടുള്ള ഭ്രമണപഥം ഇല്ലാത്തതാണ് ഒരു പ്രശ്നം. നമ്മൾ ഒഴിവാക്കുമ്പോൾ നമ്മളൊരു നിർവചനം അനുസരിച്ച് അതിന്റെ പ്രധാനപ്പെട്ട ഒരു ചലനം കണ്ടെത്തുമ്പോൾ നമ്മൾ അതിനെ ഒഴിവാക്കി ശാസ്ത്രത്തെ കൂടുതൽ സുതാര്യമാക്കുകയും കൂടുതൽ സാധുവാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഗ്രഹങ്ങളുടെ പേര് മാറുന്നത് അബദ്ധം എന്ന് ചിദാനന്ദപുരസ്വാമി പറഞ്ഞിട്ടില്ല. ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ആർക്കും കേൾക്കാം. മറിച്ച് പറഞ്ഞത് ഏത് ശാസ്ത്രവും ഒരു വികസ്വര ഭാവത്തോടു കൂടിയതാണ്. അപ്പൊ വികസ്വരമായ ശാസ്ത്രത്തിൽ ഇന്നലെ പറഞ്ഞത് ശരിയല്ലാതെ നാളെ പറയും. അപ്പൊ വികസ്വരമായൊരു ശാസ്ത്രത്തിന്റെ ഇന്നത്തെ കണ്ടെത്തലിനനുസരിച്ച് മാത്രം നമ്മൾ ഇത് മാത്രം ശരി എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. അതിന് ദൃഷ്ടാന്തമായിട്ടാണ് ഗ്രഹത്തിന്റെ ദൃഷ്ടാന്തം പറഞ്ഞത്. ഇന്നത്തത് മാത്രമാണ് ജ്ഞാനം എന്ന് സയൻസ് പറയുന്നു. സയൻസ് ഒരിക്കലും അങ്ങനെ പറയുന്നില്ല സർ. അത് അങ്ങയുടെ തെറ്റിദ്ധാരണയാണ്. പറയും. അപ്പൊ വികസ്വരമായൊരു ശാസ്ത്രത്തിന്റെ ഇന്നത്തെ കണ്ടെത്തലിനനുസരിച്ച് മാത്രം നമ്മൾ ഇത് മാത്രം ശരി എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. അതിന് ദൃഷ്ടാന്തമായിട്ടാണ് ഗ്രഹത്തിന്റെ ദൃഷ്ടാന്തം പറഞ്ഞത്. ഇന്നത്തത് മാത്രമാണ് ജ്ഞാനം എന്ന് സയൻസ് പറയുന്നു. സയൻസ് ഒരിക്കലും അങ്ങനെ പറയുന്നില്ല സർ. സ്വന്തമായി ഒരു വാദം സൃഷ്ടിച്ച് അതിനെ നിഗ്രഹിച്ചതിന് ശേഷം ഒരു സ്ട്രോമാൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന വൈകല്യത്തിലേക്ക് പോവുക മാത്രമാണ്. അദ്ദേഹം ശങ്കരവേദാന്തം ശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് ശാസ്ത്രീയമാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, എനിക്കറിയേയില്ല. ശങ്കരവേദാന്തം ശാസ്ത്രീയമോ എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമാണ്. അതാണല്ലോ തുടക്കത്തിലേ പറഞ്ഞത്. ശാസ്ത്രീയം എന്നുള്ളത് കൊണ്ട് മറ്റൊരാൾ ഉദ്ദേശിക്കുന്ന അർത്ഥതലം വേറൊരാളെ കൊണ്ട് പറയിപ്പിക്കുക അസാധ്യമാണ്. മറിച്ച് സത്യാന്വേഷണമാണ് ശാസ്ത്രം. അടിസ്ഥാനമായ സത്യം എന്തെന്നുള്ള അന്വേഷണം. ആ അന്വേഷണത്തിൽ നിന്ന് പല വിജ്ഞാനീയ ശാഖകൾ വികസിച്ചു. ആ വിജ്ഞാനീയ ശാഖകളെ മുഴുവൻ നമ്മൾ ആദരിക്കുന്നു. എല്ലാ വിജ്ഞാനീയ ശാഖകളെയും നമ്മൾ ആദരിക്കുന്നു. അല്ലാതെ ഒരു ശാഖയെ ആദരിക്കുകയും മറ്റൊരു ശാഖയെ അനാദരിക്കുകയുമല്ല. കാരണം എല്ലാ വിജ്ഞാനീയ ശാഖകളും സത്യാന്വേഷണത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. തൈത്തിരീയോപനിഷത്തിൽ പറയുന്നുണ്ട്, അഹമന്നം 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 അഹമന്നാദോ അഹമന്നാദോ അഹമന്നാദോ. അന്നമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം, ഒരു പ്രക്രിയാദശയിൽ പറയപ്പെട്ട വാക്യം നിഗമനമല്ല. അഹമന്നം 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 എന്ന് തൈത്തിരീയത്ത് പറയുന്നത് അന്നമയകോശത്തെ നിരൂപണം ചെയ്യുന്ന ഭാഗത്താണ്. അത് കഴിഞ്ഞിട്ടാണ് പ്രാണമയകോശം നിരൂപണം ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് മനോമയകോശം നിരൂപണം ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് വിജ്ഞാനമയകോശം നിരൂപണം ചെയ്യുന്നത്. ഇങ്ങനെ കോശങ്ങളെ അതിക്രമിച്ചിട്ടാണ് അവിടെ തൈത്തിരീയം പരമോപദേശത്തെ നൽകുന്നത്. പ്രക്രിയാദശയിലുള്ള വാക്യത്തെ പരമമായി ഉപദേശിക്കുക എന്നുള്ളത് അത് കുറച്ച് കടന്ന കൈയാണ്. അത് നമ്മൾ ചെയ്യരുതെന്ന് മാത്രം പറഞ്ഞ് ഉപസംഹരിക്കുന്നു. അന്നമാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. വാക്യം നിഗമനമല്ല. അഹമന്നം 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 എന്ന് തൈത്തിരീയത്ത് പറയുന്നത് അന്നമയകോശത്തെ നിരൂപണം ചെയ്യുന്ന ഭാഗത്താണ്.
നേതി എന്ന് പറയുന്നുണ്ട്. ബൃഹദാരണ്യത്തിൽ അങ്ങനെ യാജ്ഞവൽക്യൻ അങ്ങനെ പറയുന്നുണ്ട്, നേതി നേതി. അതല്ല, ഇത് യഥാർത്ഥത്തിൽ പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് പരമാത്മാവ് അതല്ല, ബ്രഹ്മം അതല്ല എന്ന് പറയുന്നതായിട്ടാണ്. യഥാർത്ഥത്തിൽ അത് വായിച്ചു നോക്കണം, നമുക്ക് കൃത്യമായിട്ട് പറയും ആത്മാവ്, ഈ ആത്മാവ് അതല്ല എന്നാണ് പറയുന്നത്. ജീവാത്മാവിനെ കുറിച്ച്, നിങ്ങളുടെ ആത്മാവിനെ കുറിച്ചാണ് അതിന്റെ പരാമർശം എന്ന് വ്യക്തമാവും. ത്തിലൂടെ പോകുമ്പോൾ അസ്തിത്വം പാരമാർത്ഥിക സത്മായ സത്ത ഏകമാണ്, അദ്വിതീയമാണ്. ഈ ഏകത്വത്തെ ബോധിപ്പിക്കാനാണ് നേതി നേതി പ്രമാണത്തിലൂടെ ഉപനിഷത്ത് വിചാര പദ്ധതിയെ മുന്നോട്ട് നയിക്കുന്നത്. കാര്യം മിഥ്യയുടെ എല്ലാ ക്വാളിറ്റിയും അതിനകത്തുണ്ട്. കാരണം എന്താണ്, അലൗകിക ജ്ഞാനത്തില്, അനുഭൂതിയില് എന്താണ് മഹർഷിമാർ പറഞ്ഞിട്ടുള്ളത്? നേതി നേതി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് അറിയില്ല, ഇതല്ല ഇതല്ല ഇതല്ല, വ്യക്തമല്ല. വ്യക്തമല്ലെങ്കിൽ മിഥ്യയുടെ ആദ്യത്തെ ഗുണമാണ് വ്യക്തമല്ലായ്മ. പൃഥിവി സത്യമാണ്. പൃഥിവി എന്തിനാൽ നിലകൊള്ളുന്നു? ആവിർഭൂതമായി നശിച്ചു പോകുന്നതായ പൃഥിവി പാരമാർത്ഥിക സത്യമെന്ന് പറയാവതല്ലോ. അപ്പൊ പിന്നെ ഏത്? ജലം സത്യമാണ്. ശരിയാണ്, ജലം സത്യമാണ്, ആ തലത്തിൽ സ്വീകരിച്ചു. സൂക്ഷ്മ വിചാരം ചെയ്തപ്പോൾ ആവിർഭവിച്ച് നശിച്ചു പോകുന്ന ജലം എങ്ങനെ പാരമാർത്ഥിക സത്യമാകും? ഈ വിധത്തിൽ സകല ഭൂതങ്ങളെയും നിരൂപണം ചെയ്ത് ഇതല്ല 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 എന്നുള്ള വിചാരസരണിയിലൂടെ മനുഷ്യന്റെ ബുദ്ധിയെ സൂക്ഷ്മതയിലേക്ക് ആനയിക്കുന്ന, അതിസൂക്ഷ്മ ബുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്ന വേദാന്ത വാക്യമാണ് നേതി നേതി. അതുകൊണ്ട് ഇതല്ല, ഇപ്രകാരമല്ല എന്നുള്ളത് പരമമായ അദ്വൈത സാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്നു. പക്ഷേ അത് മഹാവാക്യമല്ല. പക്ഷെ അതും ഒരു നേതി നേതി എന്നുള്ളത് ഒരു മഹത് വാക്യമായിട്ട്, മഹാവാക്യമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്വൈത വേദാന്തികൾ സംസാരിക്കുന്നത്. നേതി നേതി വാക്യം മഹാവാക്യമല്ല. മഹാവാക്യങ്ങളായിട്ട് അനവധി വാക്യങ്ങളുണ്ടെങ്കിലും നേതി നേതി വാക്യത്തിന് മഹാവാക്യ ലക്ഷണമില്ല. അത് എടുത്ത് മഹാവാക്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. മഹാവാക്യത്തിനകത്ത് ഏതോ ഇല്ല, ഏതാണ് പറഞ്ഞത്? മഹാവാക്യം എന്ന് പറഞ്ഞാൽ ആരാണ്? തങ്ങൾക്ക് തോന്നുന്ന, തങ്ങളുടെ സിദ്ധാന്തത്തിന് അനുഗുണമെന്ന് കാണുന്ന കുറെ വാക്യങ്ങൾ എടുത്തു വെക്കുന്നു, അതിന് മഹാവാക്യം എന്ന് വിളിക്കുന്നു. അതൊരു പേരിടൽ കർമ്മം മാത്രമാണ്. മഹാവാക്യ ലക്ഷണമില്ല. മഹാവാക്യ ലക്ഷണം ഒരു വാക്യത്തിന് ഉണ്ടാവണമെങ്കിൽ ആത്മബ്രഹ്മൈക്യം അതിൽ പ്രതിപാദിക്കപ്പെടണം. ഈ പറഞ്ഞതിന് 4 മഹാവാക്യങ്ങളേ ഉള്ളൂ എന്നല്ല പറഞ്ഞത്, 4-ലധികം പറയാം. ഓരോ വേദത്തിനും ഒന്നെന്ന തോതിൽ 4 ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അത് എടുത്ത് മഹാവാക്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. മഹാവാക്യത്തിനകത്ത് ഏതോ ഇല്ല, ഏതാണ് പറഞ്ഞത്? മഹാവാക്യം എന്ന് പറഞ്ഞാൽ ആരാണ്? തങ്ങൾക്ക് തോന്നുന്ന, തങ്ങളുടെ സിദ്ധാന്തത്തിന് അനുഗുണമെന്ന് കാണുന്ന കുറെ വാക്യങ്ങൾ എടുത്തു വെക്കുന്നു, അതിന് മഹാവാക്യം എന്ന് വിളിക്കുന്നു. അതൊരു പേരിടൽ കർമ്മം മാത്രമാണ്. മഹാവാക്യം എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു ലക്ഷണമുണ്ട്. ആ ലക്ഷണം ആത്മബ്രഹ്മൈക്യ പ്രതിപാദകം മാത്രമാണ് മഹാവാക്യം. ആ ലക്ഷണം നേതി നേതി വാക്യത്തിനില്ല. കാണുന്ന കുറെ വാക്യങ്ങൾ എടുത്തു വെക്കുന്നു, അതിന് മഹാവാക്യം എന്ന് വിളിക്കുന്നു. അതൊരു പേരിടൽ കർമ്മം മാത്രമാണ്. ഉപനിഷത്തിലെ എല്ലാ വരികൾക്കുമുള്ള സാങ്കത്യവും സാധുതയും മാത്രമേ ഈ വരികൾക്കുമുള്ളൂ. അതിൽ തത്വമസി എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വെളിപ്പെടുത്തുന്നത് ആ മഹാവാക്യങ്ങൾ പ്രജ്ഞാനം ബ്രഹ്മ എന്ന വാക്യമായാലും കൊള്ളാം, അഹം ബ്രഹ്മാസ്മി എന്ന വാക്യമായാലും കൊള്ളാം, അല്ലെങ്കിൽ അയമാത്മാ ബ്രഹ്മ എന്നുള്ള വാക്യമായാലും കൊള്ളാം, ഏത് തത്വമസി എന്നുള്ള വാക്യമായാലും കൊള്ളാം. ഋഗ്വേദീയമായി പ്രജ്ഞാനം ബ്രഹ്മ, യജുർവേദീയമായി അഹം ബ്രഹ്മാസ്മി, സാമവേദീയമായി തത്വമസി, അഥർവവേദീയമായി അയമാത്മാ ബ്രഹ്മ. ഈ 4 മഹാവാക്യങ്ങളുടെയും അർത്ഥം ഒന്നാണ്. കാരണം അവിടെ ജീവപരമായ പ്രജ്ഞാന, അഹം, ത്വം, അയമാത്മാ ശബ്ദങ്ങൾ നിലകൊള്ളുന്നു. അതിനെ സമാനാധികരണത്തിൽ ബ്രഹ്മവുമായി ബന്ധിപ്പിക്കുന്നു. ബ്രഹ്മത്തെ ബ്രഹ്മ, ബ്രഹ്മ, തത്, ബ്രഹ്മ, ഇങ്ങനെ 4 പദങ്ങളിലൂടെ മഹാവാക്യം പറഞ്ഞു. പ്രശ്നം എന്താണ്? നിങ്ങൾ ഒരു കൂട്ടം മഹർഷിമാരെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് പറയാണ് ഞങ്ങൾ തുരീയ അവസ്ഥയിൽ പ്രാപഞ്ചിക രഹസ്യങ്ങൾ കണ്ടെത്തി എന്ന് പറയുന്നു. തുരീയം എന്നതൊട്ട് അവസ്ഥയുമല്ല, അവസ്ഥ 3 ഉള്ളൂ: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. 4മതൊരവസ്ഥ പറയപ്പെട്ടിട്ടില്ല. രണ്ട്,
ശങ്കര വേദാന്തം അല്ലെങ്കിൽ അദ്വൈത വേദാന്തം അല്ലെങ്കിൽ മായാവാദം അടിസ്ഥാനമാക്കുന്നത് വ്യക്തിഗത അനുഭവങ്ങളാണ്. അത് അനക്ഡോട്ട്സ് ആണ്. ഒരു വ്യക്തിക്കുണ്ടാകുന്ന അനുഭവത്തെ നമ്മൾ പൊതുസമ്മതിയോടെ കാണാൻ സാധിക്കില്ല. അത് അനക്ഡോട്ടൽ ഫാലസി എന്നാണ് പറയുക. ആർക്കും പഠിക്കാവുന്ന സഹസ്രാബ്ദങ്ങളായി ഗ്രന്ഥങ്ങളിലൂടെ നിലനിൽക്കുന്ന ഊഹാപോഹങ്ങളിലൂടെയല്ല, ഓരോരുത്തരുടെ മാനസിക കൽപ്പനയ്ക്കനുസരിച്ചല്ല. ഒരാളുടെ മാനസിക കൽപ്പന ഒരനുഭവം, മറ്റൊരാളുടെ മാനസിക കൽപ്പന മറ്റൊരനുഭവം. അത്തരമല്ല, ഗ്രന്ഥങ്ങളിലൂടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പ്രമാണ പദ്ധതി അനുസരിച്ച് നിരൂപണം ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയേണ്ടത്. സിദ്ധന്മാരുടെ അലൗകികമായിട്ടുള്ള അനുഭൂതി, ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആരാണവർ എനിക്കറിയില്ല, ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള സിദ്ധന്മാർ അവരുടെ അലൗകികമായിട്ടുള്ള അനുഭൂതിയിൽ ജാഗ്രത മിഥ്യയാണെന്ന് കണ്ടിരിക്കുന്നു. എപ്പോഴാണോ അവിദ്യയുടെ, അനാദിയായ അവിദ്യയുടെ നിദ്രയിൽ നിന്ന് ഉണരുന്നത്, അപ്പം മാത്രമേ അജവും അനിദ്രവും അസ്വപ്നവുമായ അദ്വൈതത്തെ ബോധിക്കൂ. അനാദിമായയാ സുപ്തോ യഥാ ജീവപ്രബുദ്ധ്യതേ അജമനിദ്രമസ്വപ്നം അദ്വൈതം ബുദ്ധ്യതേ തഥാ. അങ്ങനെ ശരിയായ ജാഗ്രതയിലേക്ക്, പ്രത്യഭിജ്ഞയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഒരു സന്ദേഹവും ഇല്ല. അവന് ജാഗ്രതയിലായാലും സ്വപ്നത്തിലായാലും ഒരു സന്ദേഹവും ഇല്ല. അവൻ ജാഗ്രതയിൽ ജ്ഞാനിയായി കഴിയുന്നു. സിദ്ധന്മാർ അവരുടെ അലൗകികമായിട്ടുള്ള അനുഭൂതിയിൽ ജാഗ്രത മിഥ്യയാണെന്ന് കണ്ടിരിക്കുന്നു. വിട്ടുകയാണ്. അപ്പൊ ചോദിക്കണം, അവർക്ക് എപ്പോഴാണ് ഈ അനുഭവം ഉണ്ടാവുന്നത്? അവർക്ക് ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ അനുഭവം ഉണ്ടാവും. ഓക്കെ, ആ അനുഭവങ്ങൾ എപ്പോഴാണ് ഇല്ലാതാവുന്നത്? ആ അനുഭവങ്ങൾ ഇല്ലാതാവുന്ന അവർ ജാഗ്രതയിലേക്ക് കടക്കുമ്പോഴാണ്, അല്ലെ? എന്തായാലും ഈ അലൗകിക അനുഭൂതിയിൽ ഇങ്ങനെ ആറാടിക്കൊണ്ട് ഇങ്ങനെ 24 മണിക്കൂർ നടക്കുകയല്ലോ ഈ മഹർഷിമാര്. ഇവരുടെ അനുഭൂതി തലത്തിലേക്ക് ഉയർന്നൊരു മഹാൻ ജാഗ്രതയിലേക്ക് വരുമ്പോഴത്തേക്ക് അനുഭൂതിക്ക് വിച്ഛിത്തി ഉണ്ടാവുന്നില്ല. കാരണം ജ്ഞാനി ജാഗ്രതയിലായിരിക്കുന്നത്, അല്ലാണ്ട് ഏതോ ഒരവസ്ഥയിലല്ല. ജാഗ്രതയിലിരുന്നിട്ടാണ് ശാസ്ത്രവ്യവഹാരം ചെയ്യുന്നത്. ജാഗ്രതയിലിരുന്നിട്ടാണ് പ്രപഞ്ച ദ്വന്ദ്വത്താൽ ബാധിക്കപ്പെടാത്ത പരമാനന്ദത്തിൽ കഴിയുന്നത്, അല്ലാതെ മറ്റൊരവസ്ഥയിലല്ല. വിട്ടുകയാണ്. അപ്പൊ ചോദിക്കണം, അവർക്ക് എപ്പോഴാണ് ഈ അനുഭവം ഉണ്ടാവുന്നത്? അവർക്ക് ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ അനുഭവം ഉണ്ടാവും. ഓക്കെ, ആ അനുഭവങ്ങൾ എപ്പോഴാണ് ഇല്ലാതാവുന്നത്? ആ അനുഭവങ്ങൾ ഇല്ലാതാവുന്ന അവർ ജാഗ്രതയിലേക്ക് കടക്കുമ്പോഴാണ്, അല്ലെ? എന്തായാലും ഈ അലൗകിക അനുഭൂതിയിൽ ഇങ്ങനെ ആറാടിക്കൊണ്ട് ഇങ്ങനെ 24 മണിക്കൂർ നടക്കുകയല്ലോ ഈ മഹർഷിമാര്. സ്വന്തമായി ഒരു വാദം സൃഷ്ടിച്ച് അതിനെ നിഗ്രഹിച്ചതിന് ശേഷം ഒരു സ്ട്രോമാൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന വൈകല്യത്തിലേക്ക് പോവുക. നിധിധ്യാസനം എന്ന് പറയുന്ന പ്രക്രിയ തന്നെ ഈ ജീവാത്മാ പരമാത്മാ ഐക്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുവരികയാണ്. പക്ക അന്ധവിശ്വാസം. നിങ്ങളൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുവരിക. എന്താണ്? ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണ്. നിങ്ങൾ കണ്ടെത്തുന്നതല്ല. എന്നാണ് ഇത് സയൻസിന്റെ വഴിയോ അന്വേഷണത്തിന്റെ വഴിയല്ല. മൂന്നാമത്തതില് നിങ്ങൾ അതിലേക്ക് എത്തിച്ചേരുക. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ അതിലേക്ക് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് തന്നെ വരും. സിംപ്ലി യു സീ വാട്ട് യു വാണ്ട് ടു സീ. സച്ചിദാനന്ദം എന്ന് പറയപ്പെട്ട ബ്രഹ്മം തൻ്റെ നിരൂപണത്തിൽ, തൻ്റെ യുക്തി വിചാരത്തിൽ ശ്രവണ മനന നിധിധ്യാസങ്ങളിലൂടെ, നിധിധ്യാസം എന്നാൽ ഞാൻ അതാണ്, ഞാൻ അതാണ്, ഞാൻ അതാണ്, ഞാൻ അതാണെന്ന് ഭാവന ചെയ്യലല്ല, അത് ഭാവനയാണ്. അതിന് പ്രക്രിയയുണ്ട്. നിധിധ്യാസം എന്ന് പറഞ്ഞാൽ ശ്രവണ മനനങ്ങളുടെ ഫലമായി ഉണ്ടാവുന്ന ഏകാത്മപ്രത്യയമാണ്. ആ ഏകാത്മബോധമാണ്, അത് സങ്കല്പമല്ല. സങ്കല്പങ്ങളും വികല്പങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് മനനതലത്തിലാണ്. നിധിധ്യാസ തലത്തിൽ മനനതലമല്ല, അത് ഭിന്നമാണ്. യുക്തിവാദം പരിഭ്രമത്തോടു കൂടിയതും അദ്വൈതവാദം പരിഭ്രമം ഇല്ലാത്തതുമാണ് എന്ന് പറയുമ്പോൾ അതിനോട് യോജിക്കുന്നുണ്ടോ? റിക്വസ്റ്റ്, എനിക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ പറയാവുന്ന ഇത്തരം ചോദ്യങ്ങൾ എന്തിനാണ് നിങ്ങൾ ചോദിക്കുന്നത്? മായ സത്യം, സത്യമായ ഒന്ന് നിങ്ങളെ ജഗത്തുണ്ട് എന്ന് കാണിക്കുന്നു. തീർന്നില്ലേ അദ്വൈതം? വെടി. അടുത്ത ഞാൻ പറഞ്ഞു വന്നതിലേക്ക് വീണ്ടും തിരിച്ചു വരാം.
എന്തായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്? വാട്ട് ഈസ് ദ പോയിന്റ്? യെസ്, എനിക്ക് അറിവുണ്ട്. ഓക്കെ, ലെറ്റ് us have some fun. അല്ല, ധോണി പറഞ്ഞ ലെറ്റ് us have some fun. ഓക്കെ, എന്തായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്? വാട്ട് ഈസ് ദ പോയിന്റ്? ഇനി നമ്മൾ അദ്വൈതത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ശങ്കര വേദാന്തം, മോക്ഷം, അടുത്ത ജന്മം, അങ്ങനെ ഒരു സാധനം ഉണ്ടോയെന്ന് അദ്ദേഹത്തിന് അറിയാമെന്ന് എനിക്കറിയില്ല. ഇവിടെ തന്നെ കൊടുക്കും, ഇവിടെ തന്നെ പാസ്പോർട്ട് അടിച്ചു കൊടുക്കും. സംഗതി സന്തോഷം, വ്യുത്ഥാനം എന്ന് പറയുന്നത് ഇവിടെ തന്നെ. നിങ്ങൾ എനിക്ക് അറിവുണ്ട്. എന്താ ഈ അറിവിന്റെ അർത്ഥം? എനിക്കറിയാം ജീവാത്മാവും എക്സ്, പരമാത്മാവും വൈ രണ്ടും ഒന്നാണ്, അവിദ്യയാണ്. അവിദ്യയുടെ കാര്യം ഞാൻ ഇവിടെ നിന്ന് നിർത്തിയിട്ട് അദ്ദേഹം ചോദിക്കട്ടെ, ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ. താങ്ക് യു. ചോദ്യങ്ങൾ എഴുതി തരുമ്പോൾ ആരോടാണ് ചോദ്യങ്ങൾ എന്നുകൂടി ഒന്ന് സൂചിപ്പിച്ചാൽ നന്നായിരിക്കും. അടുത്ത 10 മിനിറ്റിന് ശേഷം. ഞാൻ യെല്ലോ വേണം. You have time. It's only yellow. I have 3 minutes. Sorry, I am mistaken. പ്രസ്താവന നടത്തുകയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നുമില്ല. ചോദ്യങ്ങൾ വരട്ടെ. Right. I am ready. എനർജി ഉപനിഷത്തുകൾ വായിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഉപനിഷത്തുകൾ വായിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രപഞ്ചം മായയാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നല്ല. എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ? പ്രപഞ്ചം മായയാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നല്ല അർത്ഥം. സ്വാമി, ശാസ്ത്രം നമ്മളെ കൈപിടിച്ച് ആനയിക്കുമ്പോൾ പ്രൊഫസർ ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന മഹാത്മാവ് പറഞ്ഞ പോലെ 1920കളിൽ അദ്ദേഹം അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് പറഞ്ഞു. അബ്ദുൽ കലാം ആസാദ് വേദാന്തത്തെ സയൻസുമായി ഒരുമിപ്പിച്ചു, അല്ലെങ്കിൽ ഐക്യം കണ്ടെത്തി. അതാണ് ഇതെന്ന് അദ്ദേഹത്തിന് തോന്നി. അതാണെന്ന് ഇതെന്ന് തോന്നിക്കഴിഞ്ഞാൽ മിഥ്യ. ഇതാണ് ഞാനത് നോട്ട് ചെയ്ത് വെച്ചതാണ്. നമ്മൾ സംസാരിച്ചു പോയപ്പോൾ അബ്ദുൽ കലാമിന്റെ കൂടെ ഒരു ആസാദ് വന്നപ്പോൾ അത് ആഘോഷിക്കണമെങ്കിൽ ഏത് തലത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് മനസ്സിലാക്കുക. ഇറ്റ്സ് ഓൺലി എ സ്ലിപ്പ് ഓഫ് ടങ്, മൈ ഡിയർ. അദ്വൈതമാണ് എനിക്കുള്ളത്. എയ്ത്തീസമാണ്, നാസ്തികത മാത്രമേ അദ്വൈതമായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഉഡായിപ്പാണ്. യുക്തിവാദം പരിഭ്രമത്തോടു കൂടിയതും അദ്വൈതവാദം പരിഭ്രമം ഇല്ലാത്തതുമാണ് എന്ന് പറയുമ്പോൾ അതിനോട് യോജിക്കുന്നുണ്ടോ? പ്രസ്താവന നടത്തുകയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നുമില്ല. ചോദ്യങ്ങൾ വരട്ടെ. ഐ എം റെഡി. ഉപനിഷത്തുകൾ വായിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഉപനിഷത്തുകൾ വായിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. പ്രപഞ്ചം മായയാണ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് എന്നല്ല. എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ? പ്രപഞ്ചം മായയാണ്. ഇതിനെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഗ്രന്ഥങ്ങളായിട്ട് മുഖ്യമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഉപനിഷത്തുക്കളെയും ബ്രഹ്മസൂത്രത്തെയും ഭഗവത്ഗീതയെയുമാണ്. ഇവയിലൊക്കെ അടങ്ങിയ ശാസ്ത്രബോധം ശാസ്ത്രീയമോ എന്ന് ചോദിച്ചാൽ 100% ശാസ്ത്രീയം എന്ന് മാത്രം ഈ ഉപക്രമ ഭാഷണത്തിൽ പറയട്ടെ. എന്നിട്ട് മാത്രം അതെന്തെന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കുകയോ തള്ളുകയോ ഒക്കെ ചെയ്യാം. അതിനു മുമ്പ് അത് അബദ്ധം എന്നേ പറയാനുള്ളൂ. ഇതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ മഞ്ഞ വെളിച്ചം കത്തിയിരിക്കുന്നു. അതുകൊണ്ട് ചുവപ്പ് കത്തുന്നതിന് മുമ്പ് തന്നെ ഈ സന്ദർഭത്തിലെ വാക്യം ഉപസംഹരിക്കുകയാണ്. വേദവുമാണ്, അതുകൊണ്ട് വൈദികമാണ് ശാങ്കര ദർശനം. അത് ശ്രുതി, യുക്തി, അനുഭവതലത്തിൽ നിലകൊള്ളുന്നതുമാണ്. അടുത്ത 10 മിനിറ്റ് രവി. അത് പ്രക്രിയാദശയിലുള്ള വാക്യത്തെ പരമമായി ഉപദേശിക്കുക എന്നുള്ളത് അത് കുറച്ച് കടന്ന കൈയാണ്. അത് നമ്മൾ ചെയ്യരുതെന്ന് മാത്രം പറഞ്ഞ് ഉപസംഹരിക്കുന്നു. സന്തോഷം. ശങ്കരനും ചെയ്തിട്ടുള്ള എങ്ങനെയാണ് അവിദ്യയുടെ കണ്ടന്റ് എന്താണ്, അതിന്റെ ഉള്ളടക്കം എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ താങ്ക് യു. ഞാൻ എൻ്റെ അവതരണത്തിൽ 40 മിനിറ്റ് അവതരണത്തിൽ ഈ വിഷയം കൂടുതൽ വിശദമായിട്ട് പറയാൻ ശ്രമിക്കുന്നതാണ്. ഇതാണ് എനിക്ക് ഉള്ളടക്കപരമായിട്ട് ഇൻട്രഡക്ടറി ആയിട്ട് പറയാനുള്ളത്. താങ്ക് യു. ഇത് മാത്രമേ ഇതിനകത്തുള്ളൂ. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വാദങ്ങൾ എൻ്റെ ബഹുമാനപ്പെട്ട എതിർ സംവാദകൻ മുന്നോട്ട് വെക്കുന്നതനുസരിച്ച് ബാക്കി കാര്യങ്ങളുമായി ഞാൻ അടുത്ത റൗണ്ടിൽ വരാം. താങ്ക് യു ഫോർ ലിസണിങ്. ഈ വരികൾക്കുള്ളൂ. അതിൽ തത്വമസി എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പൈലറ്റ് സമയമുണ്ടോ എന്നറിയില്ല. പൈലറ്റ് എനിക്ക് ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് ഉണ്ടോ സർ? 30 സെക്കൻഡ്സ്. നിങ്ങൾ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നിങ്ങളൊരു
മൈക്രോ വേൾഡ് ഉണ്ട്, സൂക്ഷ്മതലം. മാക്രോ വേൾഡ് ഉണ്ട്, ഗാലക്സിയുള്ള സ്ഥലം. നമ്മളൊരു മിഡിൽ വേൾഡിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ഈ പേന നോക്കുക. ഇതൊരു പാർക്കർ പേനയാണ്. ഇതുണ്ടാക്കിയിരിക്കുന്ന തന്മാത്രകൾ കൊണ്ടാണ്. ഈ തന്മാത്രകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങളാണ്. ആറ്റങ്ങളുടെ പിന്നിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ക്വാണ്ടം തലം. ആക്ച്വലി ഐ ആം ലുക്കിംഗ് അറ്റ് ക്വാണ്ടം ഫീൽഡ്. ഈ ക്വാണ്ടം ഫീൽഡിലാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ എന്റെ സ്പീഷീസ് റിയാലിറ്റി പേനയാണ്. ഞാൻ ഇതിനെ ക്വാണ്ടം തലമായിട്ടല്ല കാണുന്നത്. എന്റെ ജഗത് സത്യം എന്ന് പറയുന്നത് ഇത് പേനയാണ്. താങ്ക് യു. സമയമില്ല, ബാക്കി വരുന്നുണ്ട്. താങ്ക് യു. സ്മോക്കിംഗ് അറ്റ് സയൻസ് ആൻഡ് സയന്റിഫിക് ടെമ്പർ. അതാണ് പ്രശ്നം. അദ്ദേഹം വേദാന്ത ഓക്കെ, താങ്ക് യു സർ.